2 ദിവസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി ഉണ്ടായിരിക്കും. കേരളത്തിൽ നടന്നു വരുന്ന ഒരു ആചാരമാണ് ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെല്ലാം ആമുഖന്മാരോട് ഒളിച്ചോടിയതിനു ശേഷം കുറെ ദിവസം അവരുടെ കൂടെ നടന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഇവന്മാർക്ക് മടുക്കുമ്പോൾ ഇവര് ഒറ്റ ചവിട്ടാണ്. ഈ സമയത്ത് ഇവർക്കുണ്ടാവുന്ന ഒരു ബോധമാണ് എനിക്ക് ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ബോധം. ഈ സമയത്ത് ഇവരെന്താ ചെയ്യുക? ഈ കാമുകന്മാരോട് നല്ലൊരു തുക ആവശ്യപ്പെടും. നീ എനിക്കൊരു നല്ലൊരു തുക എനിക്ക് ജീവിക്കാനുള്ളത് തന്നില്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പീഡന കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ അടയ്ക്കുക. ഇത് കേൾക്കുന്ന സമയത്ത് മറുഭാഗത്തുള്ള കാമുകൻ ഒരുപക്ഷെ ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ ഭയപ്പെട്ട് ഇവർക്കൊരു തുക കൊടുക്കും. ഈ തുകയും കൊണ്ടുവന്ന് ഇങ്ങനെ ഭർത്താക്കന്മാരോടൊപ്പം ഏതെങ്കിലും രീതിയിൽ കുറെ പീഡനോ വഴക്കോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും ഒക്കെ സുഖമായിട്ട് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിക്കും. എന്തായാലും ഇതിനാണ് ബഹുമാനപ്പെട്ട കോടതി ഒരു തടയിട്ടിരിക്കുന്നത്. വളരെ ഉപകാരമായ ഒരു കാര്യമാണ്. ബിഗ് സല്യൂട്ടാണ് ഇതിന് കൊടുക്കേണ്ടത്. കാരണം ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. എത്ര കുഞ്ഞുങ്ങളാണ് അനാഥമായി കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ കാരണം. ഒരുപക്ഷെ ഒരു പുരുഷൻ ഓടിപ്പോയാലും 5-6 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ അത് അമ്മയുടെ സംരക്ഷണത്തിൽ അതിന് വളരാൻ കഴിയും. പുരുഷനത് ചെയ്യുന്നത് ന്യായമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പുരുഷനും ആവശ്യമാണ് ഇതുപോലത്തെ ഒരു നിയമം. എങ്കിലും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് പ്രധാനം. ഈ അമ്മമാരാണ് ഈ കാമുകന്മാരോടൊപ്പം ഒളിച്ചോടി പോയിട്ടാണ് ഇവരുടെ ഈ സുഖവാസം കഴിയുന്ന സമയത്താണ് ഈ തിരിച്ചുവരവിലാണ് കുറച്ച് പണം ഒപ്പിക്കാനുള്ള ഒരു ഐഡിയയും കൂടെ തുടങ്ങുന്നത്. എന്തായാലും നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരു വിധി ആവശ്യമാണ്. ഒരുപാട് പുരുഷന്മാരുണ്ട് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ. ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ പറഞ്ഞു മയക്കി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നും നിന്നെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി ദുർവിനിയോഗം ചെയ്തതിന് ശേഷം ഇവരെ തള്ളിക്കളയുന്ന ഒരു രീതി. ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് ഭാര്യയുണ്ട് കുട്ടികളുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന ഒരു രീതി. ഇതിനെയും അനുവദിക്കാൻ പാടില്ല. ഇത്തരം രീതി ഏതെങ്കിലും വിവാഹിതനായ ഒരു പുരുഷൻ ഇതുപോലെ തന്നെ ഏതെങ്കിലും പെൺകുട്ടികളെ ഭർത്താക്കന്മാരുള്ളവരെ കാര്യം അത് കോടതി തീരുമാനമായി. ഇതേപോലെ തന്നെ വിവാഹം കഴിക്കാത്ത ഏതെങ്കിലും പെൺകുട്ടികളെ വിവാഹം കഴിച്ച പുരുഷന്മാരാരെങ്കിലും പറഞ്ഞു പറ്റിച്ച് അവരെ വഴിയാധാരമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതി ശക്തമായ ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിന് കുറച്ചെങ്കിലും ഒരു പരിഹാരം കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ്. ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരു വിധി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇന്ന് നോക്കൂ, എത്ര കേസുകളാണ് വരുന്നത്. കൂടുതൽ പേരും ഭർത്താക്കന്മാരുള്ള സ്ത്രീകളാണ് ഈ കാമുകന്മാരോടൊപ്പം ഓടിപ്പോകുന്നത്. അവർ പറയുന്ന കാരണം എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാണ് ഇവർ കൊണ്ടുപോയെന്നാണ്. ഒരു സ്ത്രീക്ക് അറിയില്ലേ എനിക്ക് ഭർത്താവുണ്ടെന്നും ഒരു കുഞ്ഞുണ്ടെന്നും? ഈ സ്ത്രീക്ക് അറിയില്ലേ? ഒരു ഭർത്താവ് നിലവിലിരിക്കെ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാനുള്ള നിയമം, 2 ഭർത്താക്കന്മാരെ ഒരേ സമയത്തിന് വയ്ക്കാനുള്ള നിയമം നമ്മുടെ ഇന്ത്യയിലില്ല. ഈ സ്ത്രീക്ക് മറ്റൊരു പുരുഷനോട് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ നിലവിലുള്ള പുരുഷനെ ഡൈവേഴ്സ് ചെയ്തിട്ട് അവർക്ക് അങ്ങനെ വേറൊരു പുരുഷനെ വേണമെങ്കിൽ സ്വീകരിക്കാം. ഏതൊരു മനുഷ്യനും ഏത് പ്രായത്തിലും ആരോടും പ്രണയം തോന്നാം. പ്രണയം ഒരു തെറ്റൊന്നുമല്ല. പ്രണയിക്കുമ്പോൾ നമ്മൾക്കൊരു ഇണയുണ്ടെങ്കിൽ ആ ഇണയെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ആ ഇണയെ ഒഴിവാക്കിയതിന് ശേഷമേ നമ്മൾ മറ്റൊരു പ്രണയത്തിലേക്ക് ചെന്ന് ചാടാവൂ. കാരണം നമ്മൾ ആ ഇണയെ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇണയ്ക്കും മറ്റൊരു പ്രണയത്തിലേക്ക് ഏർപ്പെടാമല്ലോ. അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ സ്ത്രീക്ക് സ്വീകരിക്കാം, പുരുഷനാണെങ്കിൽ സ്ത്രീയെ സ്വീകരിക്കാം. അവരുടെ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ ഒരു സുപ്രഭാതത്തിൽ കാലത്തെഴിക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല. ആ കുട്ടികളും ഭർത്താവും ഒക്കെ എത്ര മാനസിക പീഡനത്തിലാണ് ചെന്നുപെടുന്നത്. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവന്മാര് വേറെ കാമുകിയമാരോട് ഏതെങ്കിലും കൊച്ചു വെമ്പളരെ പ്രേമിച്ചിട്ട് അവളുമാരോടെ പോവേ. ഒരു വീടിനകത്തിരിക്കുന്ന ആ സ്ത്രീ എത്ര പെട്ടെന്നാണ് അവരുടെ ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയിലേക്കായി മാറിപ്പോകുന്നത്. ഈ പുരുഷനെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു തൊഴിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ അവർ ആ കുട്ടീനെയും കൊണ്ട് പിന്നെ 1-2 കുട്ടികളൊക്കെ ഉണ്ട്. ഈ കുട്ടികളെയും കൊണ്ട് അവർ പിന്നെ എത്ര കാലം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കാൻ പറ്റും? എന്നാൽ അവന് വേണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എനിക്ക് താല്പര്യമില്ല, നിനക്ക് ഞാൻ കുഞ്ഞിന് ചെലവിന് തരാം, നിന്നെ എനിക്ക് ആവശ്യമില്ല, നിന്നെ എനിക്ക് ഡൈവേഴ്സ് ആണ്, എനിക്ക് വേറെ ഇണയെ കിട്ടിയിരിക്കുന്നു, ഞാൻ പോകുന്നു, ഡൈവേഴ്സ് ചെയ്ത് പോവുക. ആ കുഞ്ഞുങ്ങൾക്കുള്ള ചെലവിനെങ്കിലും കിട്ടുമല്ലോ. ഇതൊന്നും പറയാതെ ഒറ്റ ദിവസം ആണായാലും പെണ്ണായാലും ഒരൊറ്റ ദിവസം കാലത്തെ ഒരൊറ്റ പോക്കാണ്. എവരുടെയെങ്കിലും കൂടെ ആരുടെയെങ്കിലും ഒക്കെ കൂടെ. ഇത് എത്ര നീചമായ പ്രവൃത്തിയാണ്. ബഹുമാനപ്പെട്ട കോടതി അത് കണ്ടറിഞ്ഞ് ഇങ്ങനെ ഒരു വിധി കൊണ്ടുവന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അനാഥാലയങ്ങളിൽ പോലും എത്ര കുട്ടികളാണ് ചെന്ന് പെടുന്നത്. ഈ കാരണങ്ങളാണ്. സ്ത്രീകളാണ് കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത്. സ്ത്രീകളാണ് കൂടുതൽ പുരുഷന്മാരോട് ഇതുപോലെയുള്ള കാമുകന്മാർ വന്ന് വിളിക്കുമ്പോൾ അവരുടെ പുറകെ ഓടിപ്പോകുന്നത്. അവർ സ്വയം ഒന്ന് ചിന്തിക്കണ്ടേ? പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഇനി ആരാണ് നോക്കുക? ഇത്തരം ചിന്തകൾ പോലും ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കോടതിക്കെങ്കിലും ഇങ്ങനെ ഒരു കനിവ് തോന്നിയത് വളരെ ഉപകാരമായിരിക്കും. ഇതിന് പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകന്മാര് യുവമാളുമാരെ കൊണ്ടുപോയി അവരുടെ ആഗ്രഹം തീർന്നതിന് ശേഷം വലിച്ചെറിയാണ്. കേരളത്തിൽ എത്ര കൊലപാതകങ്ങളാണ്, എത്ര സ്ത്രീകളാണ് ചെളിക്കുണ്ടിൽ താഴ്ച തന്നതും ആറ്റിൽ വലിച്ചെറിഞ്ഞതും ചുട്ടുകൊന്നതുമായിട്ടുള്ള കേസുകൾ വന്നിരിക്കുന്നത്. ഇതിൽ 90% സ്ത്രീകളും ഭർത്താക്കന്മാരുടെ സ്ത്രീകളാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട, ഏതെങ്കിലും നല്ല ഒരു കുടുംബത്തിൽ പിറന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു ഭർത്താവ്
ഭർത്താവും കുഞ്ഞുമായിട്ടൊക്കെ കഴിയുന്ന ഒരു സ്ത്രീയെ പ്രേമിക്കാനോ അവരെ വശീകരിക്കാനോ ശ്രമിക്കുമോ? മനസ്സാക്ഷിയുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ ശ്രമിക്കുമോ? ആ സ്ത്രീയെങ്കിലും ചിന്തിക്കണ്ടേ, എന്നിലേക്ക് വന്നിരിക്കുന്നവൻ എന്റെ ശരീരം ആഗ്രഹിച്ച് മാത്രം വന്നിട്ടുള്ളതാണെന്ന്. കാരണം ഈ പുരുഷന് അവനൊരു ഇണയാണ് ആവശ്യമെങ്കിൽ അവന് വിവാഹിത അല്ലാത്തൊരു സ്ത്രീയെ കിട്ടും. തീർച്ചയായിട്ടും അവനൊരു വിവാഹിത അല്ലാത്ത ഒരു സ്ത്രീയെ അവന് കണ്ടെത്താൻ കഴിയും, അവന് കല്യാണം കഴിക്കാൻ പറ്റും, അവനെ ഇണയായിട്ട് സ്വീകരിക്കാൻ കഴിയും. ഇതല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവേണ്ടത് സ്ത്രീക്കല്ലേ? വിവാഹം കഴിച്ച് 2 കുട്ടികളുള്ള ഒരു സ്ത്രീയോട് മറ്റൊരു പുരുഷന് തോന്നുന്ന പ്രണയം എന്ന് പറയുന്നത് അവളുടെ ശരീരത്തിനോടുള്ള പ്രണയമാണ്. ഒരിക്കലും ആത്മാർത്ഥമുള്ള പ്രണയമല്ല. നിന്നെ ഞാൻ ജീവിതകാലം മുഴുവനും സംരക്ഷിക്കാം എന്നുള്ള ഒരു പ്രണയമല്ലത്. ആ ശരീരത്തിനോട് മാത്രമുള്ള പ്രണയമാണ്. ശരീരത്തിനോടുള്ള ആകർഷണം എന്ന് പറയുന്നത് മാക്സിമം പോയാൽ 1 മാസം. വിവാഹം കഴിക്കുന്ന പുരുഷന് പോലും അത് തന്നെയല്ലേ ഉള്ളൂ. 1-2 മാസം, ഏറിയാൽ 1 പ്രസവിക്കുന്നവരെ മാത്രമേ സ്ത്രീ ശരീരത്തിനോട് ആകർഷണമുള്ളൂ. പിന്നെ ബാധ്യതകളെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കഴിഞ്ഞു പോകുന്നതാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. കുട്ടികളോടുള്ള സ്നേഹവും പരസ്പരമുള്ള സഹകരണങ്ങളും പരസ്പരമുള്ള സംരക്ഷണവും ഒക്കെയാണ്. പുരുഷൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യയുടെ സമീപനവും അവരോടുള്ള സംരക്ഷണവും സുഖമില്ലാതെ ആകുമ്പോഴൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിതം കടന്നു പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഈ സ്ത്രീകൾക്ക് എന്താ ഉണ്ടാവാത്തത്? ശരീരത്തിനോടുള്ള ഭ്രമം മാത്രമാണോ ജീവിതം? ഇതൊക്കെ മനസ്സിലാക്കാതെ എടുത്ത് ചാടുന്നതിലാണ് ഈ അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടി കുളത്തിലും കടലിലും കടലിന്റെ കരയിലും കായലിന്റെ കരയിലും വയലിലും ഒക്കെ ചവിട്ടി താത്തു വയ്ക്കുന്നത്. അവിടെ നിന്ന് ഏതെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെട്ട് വന്നാലാണ് നേരെ ഒറ്റ പോക്കാണ് കോടതിയിലോട്ട്. ചുമ്മാ ഇരുന്ന് എന്നെ പ്രണയം നടിച്ചു വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് എന്നെ തട്ടിക്കൊണ്ടുപോയി ഇപ്പൊ ഉപേക്ഷിച്ചു വന്ന്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിന് കേരളത്തിലെ സ്ത്രീകളിൽ കുറേയൊക്കെ ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോടതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിധിയും കൂടെ ഒന്ന് പുറപ്പെടുവിക്കണം. ഏതെങ്കിലും ഒരു വിവാഹിതനായ ഒരു പുരുഷൻ മറ്റ് ഏതെങ്കിലും പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനും ഇതുപോലെ തന്നെ ജീവപര്യന്ത ശിക്ഷ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ കേരളത്തിൽ ഇതിന് ചെറിയൊരു പരിഹാരമെങ്കിലും ഉണ്ടാവുകയുള്ളൂ. ഒരിക്കൽ കൂടി നമ്മുടെ കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്.